ഹായ് ഡിയർ ചന്ദ്രീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോളാണ് കേട്ടോ. ഞാൻ കുറച്ച് മീഷോന്ന് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ തമ്പ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രസ്സിനെ കാണിക്കാം കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്നത് മീഷോന്ന് മേടിച്ചതാണ്. ഇതിന്റെ ഒരു റിവ്യൂ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെയും ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഓക്കെ, ഷർട്ട് നമുക്ക് പാന്റിന്റെ കൂടെയും സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഷർട്ടാണ് കേട്ടോ. ഒരു ക്രോപ്പ് ഷർട്ടാണ്. ഓക്കെ, അപ്പം ഞാനിത് ഇട്ടിട്ടുള്ളത് ഇവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ്. ഇത് ക്ലൈമറ്റിലും നമുക്ക് ഇടാൻ പറ്റും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളറും ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കും ഇഷ്ടപ്പെട്ടു. ത്രെഡ് വർക്കാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ അടിയിലും വർക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇതൊരു അംബർല കട്ട് ടോപ്പാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണിത്. ഞാൻ അങ്ങനെ എപ്പോൾ നോക്കുന്ന സമയത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അങ്ങനെ നോക്കി നോക്കി കാത്തിരുന്ന് മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പാണ്. ഓക്കെ, ഇത് ഞാൻ ഒരു പ്രാവശ്യം എങ്ങാനോ ഇട്ടിട്ടു, 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, കൂടുതൽ ഇട്ടിട്ടില്ല. അടിപൊളി ടോപ്പാണ് കേട്ടോ. ഇങ്ങനെ കട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഓരോ എണ്ണം എടുക്കുന്നത്. അതാണ്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണേ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്ക് കണ്ടോ? നെക്ക് റൗണ്ട് നെക്കാണേ. ഇവിടെ വരെ ഉണ്ട് നെക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. പിന്നെ കൈ നല്ല എന്താ പറയുക, പഫ് സ്ലീവ് ആണ്. എന്താ പറയുക, ബട്ടർഫ്ലൈ എന്ന് പറയും തോന്നുന്നു കേട്ടോ. ബട്ടർഫ്ലൈ കൈ ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇതൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ. ലാസ്റ്റിക് വെച്ചിട്ടുള്ള, ഇവിടെ ഉള്ളിൽ ലാസ്റ്റിക് ആണ്. ഓക്കെ, കൈ നമുക്ക് ഇവിടെ വരെ ഉണ്ട്. ഞാനിത് ഇട്ടിട്ടുണ്ട്, ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. ഇറക്കം കുറച്ച് കൂടുതലാണ് എന്നൊരു പ്രശ്നമുള്ളൂ. ഇത് നമുക്ക് സ്കേർട്ട് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ കൂടെ ഇടാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ എന്താ പറയുക, ഡെങ്കാരി കുർത്തി അല്ല, ഡെങ്കാരി ടോപ്പ് ഉണ്ടല്ലോ, ഡെങ്കാരി ഫ്രോക്ക് പോലത്തെ മോഡല്, അതിനൊക്കെ ഡങ്കരി എന്താ പറയാ, അതിനൊക്കെ ഇടാൻ പറ്റും. ഓക്കെ, നൂല് പോലെയുള്ള കൈയുള്ള ആ ഒരു ടോപ്പിനൊക്കെ ഇത് നമുക്ക് ഉള്ളില് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ടോപ്പുകൾ ആരുടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, നല്ല ടോപ്പാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ലൈക്രയാണ്. ഓക്കെ, സോഫ്റ്റ് ലൈക്ര മെറ്റീരിയൽ ആണ്. കൈ വരുന്നത് പോളിസ്റ്റർ ആണ് കേട്ടോ. ഇനിയുള്ളത് കുർത്തീസാണ്. ഓക്കെ, ഞാൻ കുറെ മുന്നേ മേടിച്ചാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് മുന്നേ മേടിച്ചതും ഉണ്ട് അതിൽ. ഇതാണ് ഒരു കുർത്തി, ഗ്രീൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ കൈ വരുന്നത് ഇത് അങ്ങനെയാണ്. കുറച്ച് എന്താ പറയാ, വീതിയിലാണ് ഈ കൈയിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ലേസ് ഉണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ചെറിയൊരു റെഡ് കളറാണ് കേട്ടോ. റെഡ് അല്ല, മെറൂൺ കളറാണേ ഒരു കളർ വരുന്നത്, വേണ്ട. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇതേപോലത്തെ ഒരു, എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ പറയാം. ഈ ബട്ടണൊന്നും അല്ല കേട്ടോ, ഇങ്ങനത്തെ സംഭവങ്ങൾ താഴെ വരെ ഉണ്ട് കേട്ടോ. അതിന് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണേ. ഞാനിത് ഒത്തിരി ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് മിറർ വർക്കാണ് കേട്ടോ. ഫ്രണ്ടിൽ മിറർ വർക്കാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ ദേ കണ്ടോ, ഒരു ഉണ്ടായിട്ട് വർക്ക് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വട്ടത്തിലുള്ള ഉണ്ണികൾ കണ്ട സൈഡിലായിട്ട്. ഓക്കെ, ഇത് ഞാൻ മിന്ത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്ത്രയിൽ നല്ല റേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീഷോയിൽ കൊടുത്ത് അങ്ങനെ നോക്കി മേടിച്ചതാണേ. ഓക്കെ, മെറ്റീരിയൽ വൈസ് നോക്കുമ്പം വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട്
ഇട്ടിട്ടിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്, എങ്കിലും ഒന്നും ആയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആവത്തില്ല. ഓക്കെ, നേർമ മെറ്റീരിയൽ ആണ് കേട്ടോ, റയോൺ ആണ്, നേർമ മെറ്റീരിയൽ ആണ്. ഓക്കെ, കൈ വന്നിട്ട് ഇതുവരെ ഉണ്ട്. ഓക്കെ, ഞാനത് കുറച്ചതാണ്, ഒത്തിരി ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. ഇനി അടുത്തത് വന്നിട്ട് ഇതും അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ട്. ഇതാ ഒരു കുർത്തി, ആ ഒരു ടോപ്പ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു, എല്ലാവരും ഇട്ട് കണ്ട്, അങ്ങനെ ഞാൻ മീഷോന്ന് തപ്പി മേടിച്ചതാണ് കേട്ടോ. സൈഡിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടുണ്ട് വർക്കൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സംഗതി ഇതിൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ, വേറൊരു സാധനമായിരുന്നു ഇത്. ഞാൻ വേറൊരു ഡ്രസ്സിൻ്റെ എടുത്ത് വെച്ചതാണ്. ഓക്കെ, ഒരു ഭംഗിക്ക് ചുമ്മാ വെച്ചതാണ്. ഓക്കെ, രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ കേട്ടോ, സൈഡിലും കെട്ടുണ്ട്. അടിയിൽ പാവാട മോഡലാണ്, അതായത് ഒരു ഫ്രോക്കാണിത്. കണ്ടാൽ നമുക്ക് ചുരിദാറാണെന്ന് തോന്നും, അതായത് സൽവാർ ആണെന്ന് തോന്നും, എങ്കിലും ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ പാവാട മോഡൽ. ഓക്കെ, ഓക്കെ, ചുരുക്കൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇത് ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മിറർ അല്ല കേട്ടോ ഇത്, ചുമ്മാ ഒരു പെയിന്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. യെസ്, ഇതൊരു ഫ്രോക്കാണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഫ്രോക്ക് ഒരുപാട് പേര് ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചാണ്. ഫുള്ള് എന്താണ്, പ്രിന്റ് ആണ്, ഇതൊരു ഫ്രോക്കാണ്. ഓക്കെ, പിന്നെ അടിഭാഗത്തും ഇങ്ങനെ ലേസ് വരുന്നുണ്ട്, ആ ഒരു റോസ് ലേസ് അല്ല കേട്ടോ, ഈ ഒരു തുണിയുടേതാണിത്, ലേസ് അല്ല. ഓക്കെ, ഓക്കെ, ഒരു ഫ്രോക്കാണ് കേട്ടോ അത്. കൈ ഇത്രേ ഉള്ളൂ, കൈ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൈ വരുന്നത്. ഓക്കെ, ഓക്കെ, ആ ഒരു സമയത്ത് ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് ഇവിടെ സൈഡിൽ കാണിക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേണ്ട, റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കുന്നതെല്ലാം തന്നെ സ്മോളാണ്, 36 ആയിരിക്കും, സ്മോളായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് വാങ്ങിച്ചത് 38 ആയിരുന്നു. ഒന്ന് സൈഡ് എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ തന്നെയാണ് ഓൾട്ടർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇതും ഒത്തിരി ആളുകൾ വാങ്ങിച്ചിട്ട് അങ്ങനെ കണ്ട് മേടിച്ച ടോപ്പാട്ടോ. ഇതും ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോസിനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പ്. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുളത്ത് വരുന്നുണ്ട് കേട്ടോ, ഒരു കുടുക്ക് സൈഡിൽ. യെസ്, ഇവിടെ ചെറിയ രീതിക്ക് ഒരു ഓപ്പൺ ഉണ്ട് സൈഡിൽ, നമ്മൾ ഇടുമ്പോൾ ഈ ഒരു ഇടത്ത് ഭാഗത്തായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വലത്തായിട്ട് തോന്നുന്നത്, ഇടത്ത് ഭാഗമാണ് ഇത് ശരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഇടത്ത് ഭാഗത്തായിട്ടാണ് ഈ ഒരു സൈഡിലുള്ള ആ ഒരു കീറൽ ഭാഗം വരിക. ഓക്കെ, നല്ലൊരു മോഡലായിരുന്നു. ഈ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിട്ടിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൈ വരുന്നത് അടിപൊളിയാട്ടോ, കൈ ഇങ്ങനെയാണ് വരുന്നത്, നല്ല എന്താ പറയുക, നല്ല ചുരുക്കമൊക്കെ ആയിട്ട് വീതിയോട് കൂടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കീറലും ഉണ്ട്, സൈഡിൽ കൈ കീറലുണ്ട് കേട്ടോ. ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് താഴെ വരെ കീറലുണ്ട്, ഇവിടെ താഴെ വരെ കീറലുണ്ട് കേട്ടോ, ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന്. ഇവിടെ ഞാനിത് കൂട്ടി അടിച്ചതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ വരെ കീറലുണ്ടായിരുന്നു, ഇവിടെ വരെയുള്ള കീറലേ ഞാൻ വെച്ചുള്ളൂ, മറ്റേത് ഞാനൊന്ന് കൂട്ടി അടിച്ചതാണ്. പിന്നെ ഇതേ ഇങ്ങനെ ഒരു കൈക്കൊരു ചെറിയൊരു തങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, രണ്ട് കൈയുടേതും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതിന് കീറലാണ് കേട്ടോ, സ്ലിറ്റ് ഉണ്ട്, കീറലുണ്ട് സൈഡിൽ, രണ്ട് സൈഡിലും കീറലുണ്ട്.
ഓക്കെ, എനിക്ക് കീറലുള്ള ടോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇതേപോലുള്ള സൈഡ് സ്ലിറ്റ്, അതായത് കീറലുള്ള ടോപ്പുകൾ ഇടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ജീൻസിനൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ്. കുറച്ചായി കേട്ടോ, ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ചായി. പിന്നെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ്. ഓക്കെ, ഇതും ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരി വീഡിയോസിൽ. ഓക്കെ, നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഇവിടെ താഴെ ഭാഗത്തായിട്ടാണ്, കൈയുടെ ആ ഒരു അടിഭാഗത്തായിട്ടാണ് ചെറിയൊരു കീറലൊക്കെ വന്നിട്ട്, അതുപോലെ തന്നെ കൈയിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ലേസ് ഉണ്ട് കേട്ടോ, ചെറിയ ടൈപ്പ് ലേസ് ഉണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ ലേസ് വർക്ക് ഉണ്ട്. താഴെ വരെ ലേസ് വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇതേപോലെ കീറൽ ഉണ്ടാ. എനിക്ക് ഈ കീറലുള്ള ടോപ്പുകൾ കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ്. ജീൻസിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ജീൻസിനൊക്കെ ഇടാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതേപോലെയുള്ള കീറലുള്ള ടോപ്പുകൾ, സൈസ് ലിറ്റുള്ള ടോപ്പുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പുകൾ. നമ്മുടെ രേവതി എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു റീല് ചെയ്ത ആ ഒരു ഷോർട്ട്, അതിൽ ഉണ്ടാവും ഈ ഒരു ടോപ്പ്. ഓക്കെ, ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ്, ഭയങ്കര നേർമ റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക എല്ലാവർക്കും, കാരണം നല്ല മെറ്റീരിയൽ ആണ്. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല റയോൺ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇത് നല്ല റയോൺ മെറ്റീരിയൽ ആണ്. ഇവിടെ സൈഡ് സീറ്റ് ഒന്നുമില്ല കേട്ടോ, ഇതൊരു ഉടുപ്പ് പോലെയാണ്, ഇതൊരു ഫ്രോക്ക് മോഡലാണ്. ഓക്കെ, ഫ്രണ്ടിൽ ഇതേപോലെ വർക്കൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്, കണ്ട. ഓക്കെ, ഫ്രണ്ട് ഇങ്ങനെ കയറിയിട്ടും ബാക്കിൽ കുറച്ച് താന്നിട്ടുമായിട്ടാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ചുരുക്കായിട്ടുണ്ട് കേട്ടോ, ചുരുക്കായിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്, കണ്ട. ഓക്കെ, കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് വന്നിട്ട് ഇതൊരു കോട്ടൺ റയോൺ മിക്സ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ മുമ്പ് കാണിച്ച ആ ഒരു ബ്ലൂ കളർ, ഇത് വിസ്കോസ് റയോൺ ആണ് കേട്ടോ, വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ്. ഓക്കെ, പിന്നെ ഇത് പ്യുവർ റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല റയോൺ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണേ, എനിക്ക് പറയാൻ വിട്ടുപോയി. പിന്നെ ഇത് വന്നിട്ട് കോട്ടൺ റയോൺ ആ ഒരു ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീഷോ ഹോൾ എന്ന് പറയാൻ. ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ, മുന്നേ മേടിച്ച ഡ്രസ്സുകളാണ് അധികം ഉള്ളത്. ഇനി അടുത്ത കാലത്ത് ഞാൻ മേടിച്ച ഡ്രസ്സ് എന്ന് പറയാനായിട്ടുള്ളത് ഇതാണ്, ഈ ഒരു ടോപ്പും, അതായത് ഈ ഒരു കുർത്തിയും, പിന്നെ ഈ ഒരു എന്താ പറയാ, ക്രോപ്പ് ടോപ്പ്, ഈ ഒരു ക്രോപ്പ് ടോപ്പ്. ഓക്കെ, പിന്നെ ഇനി ഒരു കുർത്തി കൂടെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ലാസ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ അടിച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊരു റോസ് കളർ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇടാനുള്ള ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു സുഖമില്ല. അപ്പം ഞാൻ അതിന് പകരമായിട്ട് ഒരെണ്ണം അടിക്കാനായിട്ട് തുണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് അടിച്ചിട്ട് ഇതിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, കണ്ടോ, നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് എന്നല്ലേ പറയാം. യെസ്, മിറർ വർക്കൊക്കെ ആയിട്ട്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലിടുന്നത് മീഷോന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊരു സുഖമില്ല, കുത്തണ പോലെ തോന്നിയിട്ട് ഞാനത് ഒഴിവാക്കി. വേറൊരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്, അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം അത് അടിച്ചിട്ട് വേണം ഇതിടാനായിട്ട്. ഇതിൻ്റെ ബാക്കിലും വർക്ക് ഉണ്ട് കേട്ടോ, ഇടാം, നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോസ് കളർ ക്രോപ്പ് ടോപ്പ്, പ്ലെയിൻ ആയിട്ടുള്ള ലൈക്ര ക്രോപ്പ് ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കോട്ടൺ മെറ്റീരിയൽ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിനടിയിലേക്ക് അടിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീഷോ ഹോൾ എന്ന് പറയാൻ.
ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കാണിച്ച ഈ ഒരു ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാങ്ങണം എന്നുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. കാണുന്നവരൊക്കെ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.